നമ്മളങ്ങനെ നമ്മുടെ പാർക്ക് കാണാൻ പോകണം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ, ദിസ് ഈസ് അവർ പാർക്ക്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മുടെ പാർക്ക് കേസ്. ഇപ്പോഴേ പറഞ്ഞേക്കാം, 2 പേര് ലൈക്ക് ചെയ്തിട്ടുള്ളൂ കേസ്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യും, പാർക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് ചെയ്യും കേസ്. സോ ലെറ്റ്സ് ഗോ, നമുക്ക് പാർക്കിൻ്റെ അകത്തോട്ട് പോയത് ഞാനും ജീവിയും കൂടെ ഒരുവിധം എനിക്ക് നോക്കിയാൽ 2.5-3 മണിക്കൂർ കൊണ്ട് കുത്തിപ്പിടിച്ചുണ്ടാക്കിയ സാധനമാണ് സുഹൃത്തുക്കൾ. ജീവി അവിടെ നിന്ന് പുറത്തുനിന്ന് പരിപാടിക്ക് എന്താണ്ടൊക്കെ പോയൊക്കെയാണ് സുഹൃത്തുക്കളെ. സോ അതാണ് അവനെ വിളിക്കാത്ത. ഇല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ വിളിച്ചേനെ. ഓക്കെ, ഇതാണ് നമ്മുടെ പാർക്കിലെ സ്കൂൾ. 7 കയറുക, റൈറ്റിലോട്ടുള്ള സ്ഥലം ആദ്യം കാണിച്ചു തരാം, പിന്നെ ലെഫ്റ്റിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ കൂൾ ഡ്രിങ്ക്സ് കട, ഇപ്പുറത്തൊരു പിസ്സ കട, ഇവിടെ എന്തോ ഒരു കട, എന്ത് വരുന്നത് ഇത്, കോഫി. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പോകുമ്പോൾ മറ്റേ ഇതിനെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ സത്യമായിട്ട് പറയാം, നോക്കട്ടെ ഇതിനത് വർക്ക് ചെയ്യുമോ ഗൈസ്. കറങ്ങോട്ട് ഇതൊരു ബുദ്ധിമുട്ടങ്ങോട്ട്. അതെ കണ്ടതേ ഇങ്ങനെ കറങ്ങും ഗൈസ്. പുല്ലും കടകം ഉടുപ്പിച്ച ജീവിയാണ് ഗൈസ്. എനിക്കതിൽ ഒരു ഇതും ഇല്ല എനിക്കതിന് സത്യമായിട്ട് പറയാത്ത. വരുമ്പോൾ ഓരോ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു മറ്റേ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കടയുണ്ട് ഗൈസ്. കട ബഹളം. പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ പാർക്കിലെ സാധനത്തെക്കാട്ടി കൂടുതൽ കടയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ റോളർ കോസ്റ്റർ ഗൈസ്. നമുക്ക് അടുത്ത ദിവസം ഇതിനകത്തൊക്കെ കയറാം ഗൈസ്. ഇപ്പം തൽക്കാലം ഞാൻ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇനി നമുക്ക് ലെഫ്റ്റിലോട്ട് പോകാൻ സമയമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിന് മുമ്പ് നമ്മുടെ പാർക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് നമ്മുടെ ഒബ്സർവേഷൻ എന്താ പറയുക ടവർ. അതായത് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ പാർക്ക്, ഈ ഏരിയ ഫുള്ള് കാണാം ഗൈസ്. വലിയ എൻട്രൻസ് ഒക്കെ വെച്ചിട്ടത്തെ സ്ലൈഡിന് ഇത്രയും വലിയ ക്യൂ. പക്ഷേ കാര്യമുണ്ട് കേട്ടോ, സ്ലൈഡിന് ഉൾപ്പെടെ എല്ലാത്തിനും നമുക്ക് പൈസ കിട്ടും കയറി കഴിഞ്ഞാൽ. എൻട്രൻസ് ഫീ നല്ല പൈസയുണ്ട്, അതായത് എല്ലാത്തിനും പൈസ ഉണ്ട് ഗൈസ്. അതാണ് ഇതിൽ ഗൈസ് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ബിൻ തൊട്ട് ലൈറ്റ് തൊട്ട് ഇതിൻ്റെ ഫ്ലോർ വരെ ഞങ്ങൾ ഇട്ടത്. ഇതിനല്ലാത്തപ്പോൾ ഞാൻ കാണിച്ചത് മഞ്ഞ കളർ കണ്ട അതേപോലെ കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നത്. ഇതാണ് അപ്പ് ആൻഡ് ഡൗൺ. ഞാൻ മേളിൽ കയറുന്നു, ഫീ വെറുതെ. അതായത് ടോയ്ലറ്റ്, ലെറ്റ്സ് ഗോ. 4 ടോയ്ലറ്റ് ഉണ്ട്, ആൾക്കാർക്ക് ഇഷ്ടമുള്ള അത്രയും പൊക്കം. അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത എന്തായിരുന്നത്, അതെ ഈ സാധനം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സംഭവം ഇതാണ് കേസ്. എനിക്ക് അത്ര പറയാനുള്ളത്. അടുത്തതിൽ നമ്മൾ പറഞ്ഞ ഒബ്സർവേറ്ററി, അത് കാണിച്ചു തരാം കേസ്. പിന്നെയും കട, അത് കഴിഞ്ഞ് പിന്നെയും കട. ഇതാണ് കേസ്. അതായത് നമ്മുടെ പാർക്കിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ പാർക്കിലെ പിള്ളേർ കളിക്കുന്ന സാധനമല്ല, കടയാണ് നമ്മളെ സാധനം. അടുത്തത് മറ്റേ റിങ്ങ റോസിന്റെ സാധനം, മറ്റേ കുതിര കടന്ന് കറങ്ങുന്ന, അതിനൊന്നും നമ്മൾ കയറില്ല കേസ്. നമ്മൾ പിന്നെയാണ് ഇത് ഞാൻ എത്ര മണിക്കൂർ, ഞാനൊരു മിനിമം ഞാൻ പറയാം ഒരു 1/4-3 മണിക്കൂർ ഇരുന്ന് പണിതുണ്ടാക്കിയ സാധനം. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് അങ്ങനെ ഒന്നും തോന്നത്തില്ല, പക്ഷെ ഇത് നല്ല പണിയാണ് ഗൈസ്. ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു സാധനം കൂടെ നമ്മൾ പണിത് വെച്ചിട്ടുണ്ട്, മറ്റേ ആടുന്ന കപ്പൽ.